3 വർഷമായി ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ ഒരു പുഴയെ സംരക്ഷിച്ച് നീരൊഴുക്ക് തെളിച്ചെടുക്കുകയാണ് കോട്ടയം ചെമ്പു സ്വദേശി അനിൽകുമാർ. പഞ്ചായത്തിലൂടെ കടന്നുപോകുന്ന പുല്ലാന്തിയാറിലെ തടസ്സങ്ങൾ നീക്കി സ്വാഭാവിക നീരൊഴുക്ക് ശക്തിപ്പെടുത്തിയും സഞ്ചാരയോഗ്യമാക്കിയുമാണ് അനിൽകുമാറിന്റെ പ്രവർത്തനങ്ങൾ. വീട്ടുകാരും നാട്ടുകാരും ചോദിച്ചു, നിനക്ക് മാത്രമേ ഇങ്ങനെ ഒരു സേവനമുള്ളൂ എന്ന് പലരും എന്നോട് ചോദിച്ചതാണ്. പ്രാന്താന്ന് പറഞ്ഞു. നിനക്ക് പ്രാന്താന്ന് പറഞ്ഞാൽ കാരണം തോടുകൾ തൊഴിലുറപ്പുകാർ മുഴുവൻ ഇറങ്ങിയിട്ട് ക്ലീൻ ചെയ്യാൻ സാധിക്കണില്ല. അപ്പോൾ ഈ ഇത്രയും വലിയ പുഴ നീ എങ്ങനെ ക്ലീൻ ചെയ്യാനാണ്? അപ്പോൾ നിന്നെ ഡോക്ടറെ കൊണ്ടേ കാണിക്കാമെന്നാണ് എല്ലാവരും പറഞ്ഞത്. അല്ല, നിനക്കെന്തോ കുഴപ്പമുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു, ഇതിൻ്റെ കുഴപ്പം ഇത് ക്ലിയർ ആകുമ്പോൾ നിങ്ങൾക്ക് ആ കുഴപ്പമുണ്ടാകുന്ന പിടികിട്ടുമെന്ന്. അങ്ങനെ പറഞ്ഞ് ഞാനങ്ങനെ തുടങ്ങുന്നത്. അപ്പോൾ ഇതിലൊരു പ്രചോദനം എന്ന് പറയാനായിട്ട് പ്രധാനമന്ത്രി ഒരു ദിവസത്തെ സേവനം രാഷ്ട്രത്തിന് സമർപ്പിക്കാനായിട്ട് പറയുകയും പ്രധാനമന്ത്രി ചൂലെടുത്ത് വൃത്തിയാക്കുന്നൊരു ഭാഗം കാണാനിടയായി. അപ്പോൾ അതൊരു നല്ല ആശയമായിട്ട് എനിക്ക് തോന്നി. കാരണം ഒരു ദിവസത്തെ സേവനം കുറേ ആളുകൾ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഈ ജലാശയങ്ങൾ മുഴുവൻ ശുദ്ധിയാക്കാനുള്ളൊരു കാഴ്ചപ്പാടാണ് പ്രധാനമന്ത്രി പറഞ്ഞതായിട്ട് എനിക്ക് തോന്നി. അതാണ് ഇത്രയും പ്രചോദനം വരാനുള്ള കാര്യം. വർഷങ്ങളായി പുല്ലാന്തിയാർ നീരൊഴുക്ക് തടസ്സപ്പെട്ട് സഞ്ചാരയോഗ്യമല്ലാതായതോടെ പഞ്ചായത്തിനെ സമീപിച്ച് പുഴ തെളിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ടു. എന്നാൽ ഫണ്ടില്ല എന്ന പതിവ് ന്യായം പറഞ്ഞ് അധികൃതർ കൈയൊഴിഞ്ഞു. അധികൃതരുടെ ധാർഷ്ട്യത്തിന് മുന്നിൽ തലകുനിക്കാതെ തന്നാൽ കഴിയുന്ന രീതിയിൽ പുഴ തെളിക്കാൻ അനിൽകുമാർ തീരുമാനിച്ചു. അങ്ങനെയാണ് 3 വർഷമായി അനിൽകുമാർ പുല്ലാന്തിയാറിൻ്റെ രക്ഷകനായത്. നമസ്കാരം, ഞാൻ അനിൽകുമാർ. ചെമ്പു പഞ്ചായത്തിലാണ് ഞാൻ താമസിക്കുന്നത്. അതിൻ്റെ സൈഡ് വഴി ഒഴുകുന്നതാണ് പുല്ലാന്തിയാർ. പുല്ലാന്തിയാർ കാലങ്ങളായി കടകലും കൈതയും അങ്ങനെ ചെറുമരങ്ങളും ഒക്കെ വീണ് അടഞ്ഞു കിടക്കുകയായിരുന്നു. സഞ്ചാരയോഗ്യം അല്ലാതെ കിടക്കുന്ന കാലഘട്ടത്തിൽ പഞ്ചായത്തിനെ അറിയിക്കുകയും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നൊരു നടപടി ഉണ്ടാകാതെ വരികയും ഫണ്ടില്ലെന്നാണ് അവർ പറഞ്ഞത്. ആ സാഹചര്യത്തിൽ ഞാനിത് ഏറ്റെടുക്കുകയും 3 വർഷമായി ഇത് തെളിച്ച് ക്ലിയറാക്കി വരുന്ന സമയമാണ്. അല്പം കൂടെ തീരാനുള്ളൂ. ആ സമയത്ത് പഞ്ചായത്തിന് ഏതോ ഫണ്ട് വന്നെന്ന് പറഞ്ഞ് ഞാൻ തെളിച്ച സ്ഥലം അവർ കിറ്റാച്ചിയിട്ട് തെളിച്ച് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ശരിയായ നടപടിയല്ല. തെളിച്ച സ്ഥലം വീണ്ടും തെളിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഞാൻ തെളിച്ച ഭാഗം എന്നാന്ന് നിങ്ങൾക്ക് ഇതിൽ കാണാവുന്ന കേസേ ഉള്ളൂ, ഏത് രീതിയിലാണ് ഞാൻ ആക്കി വെച്ചതെന്നുള്ളത്. അപ്പോൾ വേറെ സ്ഥലങ്ങൾ തെളിയാനുണ്ട്. ഇതിൻ്റെ ഒരു 2 കിലോമീറ്റർ ഇതുപോലെ തന്നെ അടഞ്ഞ് കിടക്കുകയാണ്. ഇത് മണ്ണ് പണ്ട് ഇങ്ങനെ വന്ന് മണ്ണടിഞ്ഞ് ഇതുപോലെ ഇങ്ങനെ നിന്നേ ഈ കടകൽ പുല്ലായിരുന്നു. അത് പന്തലിച്ച് ഇങ്ങോട്ട് ഇതുപോലത്തെ പുല്ലില്ലേ, ഇതേൽ വന്ന് ചേറടിഞ്ഞടിഞ്ഞ് ചെറയായിപ്പോയതാണ്. അപ്പോൾ ഇത് തെളിക്കലും വള്ളസഞ്ചാരമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇതിലേ പോണ കൊച്ചു വള്ളക്കാർ അങ്ങനെ എന്നാങ്കിലും ചെയ്യും. പിന്നെ എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാനും ചെയ്ത് അങ്ങനെയാണ്. ഇത് ഒരു വള്ളച്ചാലിനുള്ള റൂട്ട് മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. തുരുത്ത് പോലെ കിടക്കുക ഒരു 10-25 സെൻറ്റ് വരുമെന്ന് എനിക്ക് തോന്നണം മൊത്തത്തിൽ. അത് വൃത്തിയാക്കിയാലും നാടിന് ഗുണമെന്ന് നമുക്ക് പറയാം. അത് വിട്ടുകൊണ്ടാണ് ഞാൻ ഈ തെളിച്ച സ്ഥലം തെളിച്ചിരിക്കണം. ഇതിൻ്റെ കാരണം എന്നാന്ന് എനിക്ക് വ്യക്തമല്ല. അപ്പം നാടിനോ മറ്റാർക്കും ഗുണമില്ലാത്തൊരു പരിപാടിയാണ് ചെയ്തേക്കണത്. ഇത് ഫണ്ടടിച്ച് മാറ്റാനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ തെളിച്ച സ്ഥലത്ത് ഈ കിറ്റാച്ചി ഇറക്കേണ്ട കാര്യമില്ലല്ലോ. സ്വന്തം പോക്കറ്റിൽ നിന്നും പണമെടുത്താണ് മോട്ടോർ ഘടിപ്പിച്ച വള്ളത്തിന് ഇന്ധനം വാങ്ങുന്നത്. അനിൽകുമാറിൻ്റെ പ്രവർത്തനം കണ്ട് ചെറിയ തുകകൾ നാട്ടുകാർ നൽകാറുണ്ട്. അങ്ങനെ പോകുമ്പോഴാണ് ഒരു ദിവസം പുഴ തെളിക്കാൻ പഞ്ചായത്ത് അധികൃതർ എത്തുന്നത്. 3 വർഷമായി ഫണ്ടില്ലെന്ന് പറഞ്ഞ് പഞ്ചായത്തുകാർ അനിൽകുമാർ തെളിച്ച സ്ഥലത്ത് യന്ത്ര സാമഗ്രികൾ ഇറക്കി പണി തുടങ്ങി. താൻ തെളിച്ച സ്ഥലത്ത് തന്നെ വീണ്ടും തെളിക്കുന്നത് അഴിമതിയാണെന്നാണ് അനിൽകുമാറിൻ്റെ വാദം. ഇത് പുഴയുടെ നടുവാണ് അവർ ഈ കിറ്റാച്ചിക്ക് താത്തിയിട്ടാണ്. അതുകൊണ്ട് എന്ത് പ്രയോജനം കിട്ടാൻ എനിക്ക് അതേക്കുറിച്ച് അറിയില്ല. അപ്പോൾ ഇതെന്താണെന്നുള്ള അധികൃതർ അന്വേഷിച്ച് ഇതിനൊരു നടപടി വേണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഫണ്ട് ദുർവിനിയോഗം ചെയ്യേണ്ട കാര്യമില്ല. ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്താൽ ഒന്നെങ്കിൽ നാട്ടുകാർക്ക് ഗുണം കിട്ടണം. ഇത് അവരുടെ പോക്കറ്റ് വീർപ്പിക്കാമെന്നല്ലാതെ മറ്റൊരു ഗുണം ഞാൻ കാണുന്നില്ല. സൗജന്യമായിട്ട് ഒരു പൈസ പഞ്ചായത്തിൻ്റെ ത്രിതല പഞ്ചായത്തിൻ്റെ സർക്കാരിൻ്റെ ഒരു ആനുകൂല്യവും ഞാൻ പറ്റിയിട്ടില്ല. 1-2 വ്യക്തികൾ ഇച്ചിരി ഇത് പെട്രോൾ അടിച്ചോന്നും പറഞ്ഞ് ഇത് ചെയ്തതല്ലാതെ ഞാൻ ചോദിച്ചിട്ടല്ല, അവർ കൊണ്ടുവന്ന് വള്ളത്തെ വെച്ചേച്ച് പോയതാണ്. അങ്ങനെ ഒരു ഇച്ചിരി പൈസ കിട്ടിയിട്ടുണ്ട്. അല്ലാതെ വേറെ ഒരു ഫണ്ടും ഒരാളോടും പാടില്ല. ഇവർ ഫണ്ട് ഒരു ജനകീയ സമിതി രൂപീകരിച്ചുകൊണ്ട് ഒരിക്കൽ ചെയ്യാമെന്നും പറഞ്ഞ് പഞ്ചായത്ത് മെമ്പറിൻ്റെ കീഴിൽ അതൊരു 6 ദിവസം 65ഓളം ആൾ വന്ന് അതൊരു 100 മീറ്റർ പോലും അവരെക്കൊണ്ട് ചെയ്യാൻ പറ്റാതെ ഇത് യന്ത്രസഹായം ഇല്ലാതെ പറ്റിയാലെന്നും പറഞ്ഞ് അവർ ഇട്ടേച്ച് പോയതാണ്. അപ്പോൾ ആ ഫണ്ട് എന്ത് ചെയ്തെന്ന് എനിക്കറിയാൻ മേല. ആ രീതിയിലൊരു ഇത് നടന്നിട്ടുണ്ട്. ആ ഫോട്ടോ വെച്ചുകൊണ്ടാണ് ഇവർ കളിക്കുന്നത്. അവരെ വൃത്തിയാക്കിയ രീതിയിലാണ്
ഇവരുടെ നീക്കമെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് പലരും പറഞ്ഞത് ഈ പിരിച്ച കാശും പഞ്ചായത്തിൽ നിന്ന് എനിക്ക് ഫണ്ട് തന്നിട്ടാണ് ചെയ്യിക്കണം എന്നാണ് പുറത്ത്. അത് ആര് പറഞ്ഞെന്ന് എനിക്ക് വ്യക്തമല്ല. ഈ പറഞ്ഞവരും പറയാനുള്ള ഇന്ന ആളാണ് പറഞ്ഞതെന്നുള്ളത് പറയാത്തതുകൊണ്ട് അതേക്കുറിച്ച് എനിക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പം ഞാൻ ഇത് ചെയ്തേക്കണം ഏകദേശം ഒരു 5 കിലോമീറ്റർ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ശകലം സ്ഥലമേ ഉള്ളൂ. ഒരു കൂടി വന്നാൽ ഒരു കുറച്ച് ദിവസത്തെ പണി. അതിപ്പോൾ നമുക്ക് പോകുന്ന വഴി കാണാവുന്നേ ഉള്ളൂ. അത് വൃത്തിയാക്കാൻ എന്ന് പറഞ്ഞാൽ മൊത്തം അരിഞ്ഞ് തീർന്നിരിക്കണം ആ സൈഡെല്ലാം. ഇനിയിപ്പോൾ ഈ ആമ്പലും ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. അതേ വന്ന് പായലുടക്കാതിരിക്കാൻ ആ ആമ്പൽ കൂടെ അരിഞ്ഞു കഴിഞ്ഞാൽ അത് ക്ലിയർ ആകുന്നതായിരിക്കും. വൃത്തിയാക്കുന്ന അരിവാത്തോട്ടി കൊണ്ടാണ്. അരിവാത്തോട്ടി കൊണ്ട് അരിഞ്ഞരിഞ്ഞ് മടക്കി വെക്കും. അരിവാത്തോട്ടിയായിട്ട് വള്ളത്തിൽ പോകുന്നു, എന്നിട്ട് അരിയുന്നെടുത്ത് ഈ കിടക്കുന്ന പുല്ലിൻ്റെ മുകളിലേക്ക് കയറ്റി വെക്കുന്നു. അപ്പോൾ പുല്ല് ചീഞ്ഞ് കഴിയുമ്പോഴത്തേനും അടുത്ത ട്രിപ്പ് വീണ്ടും അരിഞ്ഞ്, അങ്ങനെ പല ഘട്ടങ്ങളായിട്ട് ഏതാണ്ട് 5-6 ഘട്ടങ്ങളായിട്ടാണ് ഞാൻ ഈ രീതിയിൽ നമ്മൾ ആ കണ്ട രീതിയിൽ വൃത്തിയാക്കാൻ സാധിച്ചേക്കണം. അപ്പോൾ ആ വൃത്തിയാക്കൽ ഭാഗം ഇപ്പോൾ തീരാറായിരിക്കും. ഇവർ ഫണ്ട് പിരിച്ച് കുറേ, അതെന്നാ ചെയ്തതെന്ന് എനിക്കറിയാൻ മേല. പഞ്ചായത്തിൻ്റെ ഫണ്ടും ഇല്ല, ഇതുമില്ല. അവർ ഞാൻ പറഞ്ഞില്ലേ 6 ദിവസം പലരായിട്ട് ഒരു 65 പേരോളം അവിടെ വന്ന് ഞാൻ ആ 2 എൻട്രി കാണിച്ചില്ലേ, ആ വീട് അവിടം വരെയും പിന്നെ നമ്മുടെ ആ കൽക്കെട്ടില്ലേ അവിടെ ഒരു കൽക്കെട്ട് കാണിച്ച് അവിടം വരെയാണെന്ന് ചെയ്തേച്ചും അത് ഭാഗികമായിട്ട് ഒരു കുറച്ച് തെളിച്ചേച്ച് അവർ പറഞ്ഞ് ഇനി കിറ്റാച്ചി ഇറക്കിയിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ എന്നോട് നിർത്തി വെക്കാൻ പറഞ്ഞു തൽക്കാലം. ഞാൻ പറഞ്ഞ് ഞാൻ നിർത്താം, ഞാൻ ചെയ്തെടുത്തേക്ക് പോവാണ്. അപ്പോൾ 1ാം ഘട്ടമല്ലേ അന്ന് ചെയ്തിട്ടുള്ളൂ. അത് വൃത്തിയാക്കി ഞാൻ വന്നു കഴിഞ്ഞിട്ടും ഇവരുടെ ഭാഗത്ത് ഫണ്ടും ഇല്ല, തീരുമാനവും കണ്ടില്ല. അപ്പം ഞാനന്ന് ആദ്യത്തെ ആ യൂട്യൂബിൽ ഞാൻ പറഞ്ഞായിരുന്നു കല്ലുത്തുംകടവ് വരെ വൃത്തിയാക്കുമെന്നാണെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ആ രീതിയിൽ അത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവർ ചോദിക്കുകയാണ് നീ അങ്ങോട്ട് വലിയ നീളത്തിൽ പറഞ്ഞിട്ട് എന്താ ചെയ്യാഞ്ഞെന്നൊരു ചോദ്യം വരും. അതുകൊണ്ട് ഞാനത് വരിയാക്കിയാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ആരുടെയും ഇല്ല, അതായത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നില്ല, ത്രിതല പഞ്ചായത്തില്ല, നാട്ടുകാരില്ല. അങ്ങനെ ചെയ്ത് വന്ന് ഇവിടം വരെ ആയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കിപ്പോഴും ഒരു പിടി കിട്ടണമില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് കഷ്ടപ്പാടിലാണ് ഇത് ചെയ്തത്. കാരണം ഞാനൊരു കൂലിപ്പണിക്കാരനാണ്. ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വരുമാനങ്ങളൊന്നും എനിക്കില്ല. അപ്പോൾ അതിനിടയിൽ ഉച്ച കഴിഞ്ഞും അങ്ങനെയൊക്കെയുള്ള കിട്ടണ കാശ് ഇതിന് വേണ്ടി വിനിയോഗിച്ചുകൊണ്ടാണ് ഇവിടം വരെ ആക്കാൻ സാധിച്ചത്. ആ രീതിയിലൊക്കെ എനിക്ക് പറയാനുള്ളൂ. അത് കണക്ക് കൂട്ടണമല്ലോ. നമുക്കിപ്പോൾ ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധ്വാനമാണ് എൻ്റെ കൂടുതലും, ചിലവ് ചുരുക്കലാണ്. ഈ 5 ചിലവേ മെയിനായിട്ട് ഈ കാര്യത്തിന് വരുന്നുള്ളൂ. ഭക്ഷണ ചിലവുമ്പോഴത് ആണല്ലോ, ബാക്കിയുള്ള ചിലവുകൾ അതുണ്ടാവും. അപ്പോൾ എങ്ങനെയായാലും എനിക്ക് മരം വെട്ടാണ് മെയിനായിട്ട് ഞാൻ പോകുന്നത്. ഇതിനിടയിൽ പോകാമെന്ന് പറഞ്ഞാൽ ഇച്ചിരി കാശ് കിട്ടണ മാർഗ്ഗം അതേ ഉള്ളൂ. ഇപ്പോൾ ഒരു തെങ്ങ് മറിച്ചിട്ടാലും 2000-2500 രൂപ എനിക്ക് കിട്ടും. അപ്പം അങ്ങനെയുള്ള വരുമാനമൊക്കെ ദൈവാധീനം കൊണ്ട് ഓരോ പണികൾ ഇടയ്ക്കിടയ്ക്ക് വന്നതുകൊണ്ട് മുട്ടലില്ലാതെ നിന്നിഞ്ഞ പോകുന്നു. അത്രേ എനിക്ക് പറയാനുള്ളൂ. പക്ഷേ ഇതെനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ ഫണ്ട് ദുർവിനിയോഗം ചെയ്തതിൽ എനിക്ക് യോജിപ്പില്ല. കാരണം ഞാൻ ഇത്രയും കാലം സേവനമായിട്ട് ഇത് ചെയ്യുകയും മറ്റവർ വന്ന് അതിലിട്ട് കൈയിട്ട് വാരി കൊണ്ടുപോകുന്നൊരു സ്വഭാവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് അംഗീകരിക്കാൻ പറ്റുന്ന കേസല്ല. അപ്പോൾ ഇതിൽ ബന്ധപ്പെട്ട അധികാരികൾ അത് ചോദ്യം ചെയ്യണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കിവരോട് ചോദിക്കാനൊന്നുമുള്ള ഇതില്ലല്ലോ പറഞ്ഞു വേണ്ടിയിട്ട്. അപ്പോൾ ആ കേസേ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. ഇത് ചെയ്തെങ്കിലും വിഷയമില്ല. അവരിപ്പോൾ ഫണ്ടുണ്ടായി വന്നു കഴിഞ്ഞാലും തെളിക്കാത്ത സ്ഥലം തെളിച്ചെങ്കിലും നമുക്കൊന്നും പറയാനില്ല. അത് കാരണം നാടിനും നാട്ടുകാർക്കും ഗുണമുള്ളതാണ്. നമുക്കതിലൊന്നും പറയാം, നമ്മളെ സേവനം ഉദ്ദേശിച്ചിട്ടുമില്ല. പക്ഷെ ഞാൻ ചെയ്തതിൽ കടന്നു കയറിയത് അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കേസല്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് വേറൊന്നും പറയാനില്ല. ഒരു ദിവസത്തിൻ്റെ പകുതിയിലേറെയും അനിൽകുമാർ ചിലവിടുന്നത് ഈ പുഴ വൃത്തിയാക്കാനാണ്. കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു ഭാഗവും ഈ പുഴയ്ക്ക് വേണ്ടി തന്നെ. അനിൽകുമാർ വൃത്തിയാക്കിയ സ്ഥലം തന്നെ അധികൃതർ വൃത്തിയാക്കി ക്രെഡിറ്റ് എടുക്കുമ്പോൾ ഈ പാവത്തിനെയും കൂടി ഓർക്കണം, പരിഗണിക്കണം. ആർ പിയൂഷ്, മറുനാടൻ മലയാളി.